മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു ആക്സിഡന്റ് ഉണ്ടായതിനു ശേഷം. എന്നെ വിളിക്കുന്നത് അവിടെ പോയി മാർക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആളെന്നോട് ഇതിനോടത്ത് 2 കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആളെ ആക്സിഡന്റ് ആയതിനു ശേഷം ആളൊരു ഇമേജ് അവിടെ ഗൾഫ് പ്രോഗ്രാമും സന്തോഷ് പണ്ഡിറ്റിന്റെ ഒക്കെ ഇഷ്യൂസ് വന്നപ്പോഴും ഭയങ്കര ബാഡായിട്ട് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവായിട്ട് വരാൻ മാർക്കറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെയാണ് സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴും ആളെന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മീഡിയ വരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സുധിച്ചേട്ടൻ്റെ വീട്ടിൽ പോകണതടക്കം പ്ലാനിങ് ആയിരുന്നു. ആൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നടക്കാനൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. അതായത് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീൽ ചെയർ മാറ്റിക്കണം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ആളുടെ സ്വഭാവം എല്ലാവരും അറിയണം. ഞാൻ നിന്നെ വെച്ചേക്കില്ല, അതായത് നീ നിന്റെ വീട്ടിൽ കയറി വരും, കൊട്ടേഷൻ ടീമുകളായിട്ട് പരിചയമുണ്ട്, അതായത് പോലീസുകാരായിട്ട് കണക്ഷൻ ഉണ്ട്, ഈ രീതിയിലാണ് ആളുടെ സംസാരം. ഹൈക്കോടതി ജഡ്ജി അടക്കം ആളുടെ ഫ്രണ്ടാന്ന് പറയുന്നത്. ആൾക്ക് പരിചയമുണ്ട്, എനിക്കറിയാം. കൊല്ലുമെന്ന് അതിന്റെ ഓഡിയോ ഉണ്ട് കേട്ടോ. ഡാങ്ങോട് വന്നടാ പറഞ്ഞിട്ട് എന്നെ വലിച്ച് റൂമിലോട്ട് കയറ്റി. അവിടെ തെറിയെന്ന് വെച്ച് പറയാത്ത തെറികളൊന്നുമില്ല. പിന്നെ ആള് തള്ളിയിട്ടിട്ട് എൻ്റെ ബാഗിന് വേണ്ടിയിട്ട് ക്യാമറ ബാഗ് ഉണ്ടായിരുന്നു, ബാഗ് മേടിച്ച് താഴെ അടിക്കുക. ക്യാമറ ഉണ്ടായിരുന്നു. അപ്പൊ അവര് ഡോറ് ചവിട്ടി പൊളിച്ചിട്ടാണ് അങ്ങനെ തുറന്നപ്പോ ആർട്ടിസ്റ്റുകളെല്ലാവരും കൂടെ ഒന്ന് നോക്കുമ്പോ എന്നെ കഴുതി പിടിച്ച് നിൽക്കൊണ്ടിരിക്കുക. കേസിന്റെ രീതിയിൽ പോകുന്നുണ്ട്. പക്ഷെ ഇവര് പറഞ്ഞത് ഇവിടുന്ന് ആരും സാക്ഷി പറയാൻ ഉണ്ടാവില്ല, അതുകൊണ്ട് ആൾക്ക് കുറച്ചും കൂടി ധൈര്യമാണ്. ഞാൻ ഫാമിലി വാടകയ്ക്ക് താമസിക്കുന്നത്, 2 പെൺപിള്ളേര്. അപ്പൊ ഒരു വീട്ടിലേക്ക് കൊട്ടേഷൻ ടീമുകളെ കൊണ്ടുവരും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പേടിയായി. നമസ്കാരം, ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇതെന്താ സംഭവം എന്നല്ലേ നമ്മളിപ്പോൾ കണ്ട വീഡിയോ. കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിലെല്ലാം ചർച്ചാ വിഷയമായ ബിനു അടിമാലി എന്ന കോമഡി ആർട്ടിസ്റ്റ്, നമുക്കെല്ലാവർക്കും അറിയാം ഫ്ലവേഴ്സ് ചാനലിലെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാമിലെ ഒരു കലാകാരനാണ് ബിനു അടിമാലി. അപ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകൾക്ക് മുൻപ് ഒരു ആക്സിഡന്റിൽ ബിനു അടിമാലി, മഹേഷ് കുഞ്ഞുമോൻ, കൊല്ലം സുധി 3 പേർക്ക് ആക്സിഡന്റ് സംഭവിക്കുകയും അതിൽ കൊല്ലം സുധി മരണപ്പെടുകയും ചെയ്ത വാർത്തയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അതിൽ ബിനു അടിമാലിക്ക് കാലിന് പരിക്കേറ്റു, മഹേഷിന് മുഖത്തും കൈക്കും പരിക്കുകളുണ്ടായിരുന്നു. മഹേഷ് റിക്കവർ ചെയ്ത് വന്നു. ബിനു ഇതിന് മുന്നേ തന്നെ റിക്കവറായി ഈ പറയുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്ത് തുടങ്ങിയിരുന്നു. ഇപ്പൊ ഈ ഒരു വാർത്ത എന്താണെന്ന് ചോദിച്ചാൽ, സ്റ്റാർ മാജിക്കിലെ ക്യാമറാമാൻ ആണ് ഈ ജിനേഷ് എന്ന് പറഞ്ഞ വ്യക്തി. അപ്പോൾ ഇയാളെ കഴിഞ്ഞ ദിവസം ബിനു അടിമാലി അവരുടെ ഫ്ലോറിൽ വെച്ച് റൂമിലേക്ക് വലിച്ചു കയറ്റുകയും അവിടെ വെച്ച് മർദ്ദിക്കുകയും ചീത്ത പറയുകയും ചെയ്തു എന്ന് പറഞ്ഞിട്ട് ജിനേഷ് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്തു. ഇതാണ് വാർത്ത. അതിന്റെ ബേസിൽ ജിനേഷ് കൊടുത്ത ഇന്റർവ്യൂ ആണ്, അതിന്റെ ഒരു ഭാഗമാണ് നമ്മൾ കേട്ടത്. ഈ ഇന്റർവ്യൂ ഏകദേശം ഒരു 28 മിനിറ്റുകളുണ്ട്. അപ്പൊ ആ ഇന്റർവ്യൂ മുഴുവൻ കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞ ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ബിനു അടിമാലിയുടെ സോഷ്യൽ മീഡിയ പേജ് ഹാൻഡിൽ ചെയ്തിരുന്നത്, ഫേസ്ബുക്ക് ആയിക്കോട്ടെ, ഇൻസ്റ്റഗ്രാം ആയിക്കോട്ടെ, യൂട്യൂബ് ആയിക്കോട്ടെ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്തിരുന്നത് ഈ ജിനേഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. കുറെ നാൾ കഴിഞ്ഞപ്പോൾ, ഏകദേശം 3 വർഷത്തോളം ഇയാൾ ഹാൻഡിൽ ചെയ്യുന്ന അയാൾ പറയുന്നത്, ഈ 3 വർഷം കഴിഞ്ഞപ്പോൾ ഇവർ തമ്മിൽ എന്തോ ചെറിയ അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടായപ്പോൾ ഒരു 6 മാസം മുൻപാണ് ഈ സംഭവം നടക്കുന്നത്. ഈ അഭിപ്രായ വ്യത്യാസം ഉണ്ടായ സമയത്ത് ഇദ്ദേഹം, ഈ ജിനീഷ്, സോഷ്യൽ മീഡിയ പേജുകൾ കംപ്ലീറ്റ് ബിനു അടിമാലിക്ക് കൈമാറി. പക്ഷേ ബിനുവിന് ഇതിന്റെ ആക്സസിബിലിറ്റി കിട്ടിയിട്ടില്ല. അതായത് അയാളുടെ പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യാൻ നോക്കിയിട്ട് നടക്കുന്നില്ല. അതിന്റെ പേരിൽ ഇവർ തമ്മിൽ, ബിനു ഇദ്ദേഹത്തെ വിളിച്ചിട്ട് സംസാരിക്കുന്നു, എനിക്കത് നീ അക്കൗണ്ട് ഹാക്ക് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് സംസാരിക്കുന്നു. അങ്ങനെ ബിനുവിന്റെ കേസ് കൊടുക്കുന്നുണ്ട്. ഇയാൾ പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാളുടെ ഭാഗം ക്ലിയർ ചെയ്യുന്നു. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇടയ്ക്ക് തന്നെ നടക്കുന്ന സംഭവമാണ്, 3 പേർക്ക് ആക്സിഡന്റ് ആയ സമയത്ത് ബിനു കാലൊക്കെ ഓക്കെ ആയി ആ ഒരു വന്ന സമയത്ത് മഹേഷിനെ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഈ വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ മഹേഷിനെ കാണാൻ വന്ന സമയത്ത് മീഡിയക്കാർക്ക് കൂടെ ഉണ്ട്. സാധാരണ ഇപ്പം പേഴ്സണലി നമുക്കൊരു ആളെ ആക്സിഡന്റ് ആയിട്ട് കിടക്കുന്നു, അയാളെ കാണാൻ പോകണമെങ്കിൽ നമ്മൾ പോയി കണ്ടിട്ട് തിരിച്ചു വരും. പക്ഷെ ഇവിടെ മഹേഷിനെ കാണാൻ പോയപ്പോഴാണെങ്കിലും, ഈ മരിച്ചുപോയ കൊല്ലം സുധി അദ്ദേഹത്തിന്റെ വീട്ടിൽ പോയപ്പോഴാണെങ്കിലും ഇവരുടെ ഒക്കെ കൂടെ മീഡിയക്കാരുമുണ്ട്. അത് കണ്ടപ്പോഴേ ഞാൻ അന്നേ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ, ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയാണ്. അതേ കാര്യം തന്നെയാണ് ഇവിടെ ജിനേഷും പറയുന്നത്. പക്ഷെ ജിനേഷ് പറയുന്ന 1-2 കാര്യങ്ങളിലെ പൊരുത്തക്കേടുകൾ, അതാ ഫുൾ വീഡിയോ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, ഫുൾ വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും. 1-2 പൊരുത്തക്കേട് എന്താണെന്ന് ചോദിച്ചാൽ, ഇദ്ദേഹം ഒരു സോഷ്യൽ മീഡിയ അഡിക്റ്റ് ആയ വ്യക്തിയോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഫുൾ ടൈം ഹാൻഡിൽ ചെയ്യുന്ന ഒരാളോ ഒന്നും അല്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ 3 വർഷമായിട്ട് ഒരാളുടെ പേജ് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് അതിന്റെ പാസ്വേഡ് ആരെങ്കിലും മാറ്റി, അല്ലെങ്കിൽ ഇയാൾ പറയുന്നൊരു കാര്യമുണ്ട്, 3 പ്രാവശ്യം എൻ്റർ ചെയ്തപ്പോൾ അത് 24 മണിക്കൂറത്തേക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. വീണ്ടും അതുപോലെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ, തെറ്റായിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ 48 മണിക്കൂറത്തേക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ ഓപ്പൺ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ ജിനീഷ് പറയുന്നുണ്ട്. എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, നമ്മളൊക്കെ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാർ തന്നെയാണ്. ഒരു ഫേസ്ബുക്കിന്റെ പാസ്വേഡ് നമ്മൾ മറന്നു പോയാൽ അവിടെ ഫോർഗെറ്റ് പാസ്വേഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഇത് എൻ്റെ അറിവ് ചെറുതാണെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ഫോർഗെറ്റ് പാസ്വേഡ് കൊടുത്തു കഴിഞ്ഞാൽ ഏത് മെയിൽ ഐ ഡി ആണോ നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ളത്, ഈ
ഫേസ്ബുക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഏത് മെയിൽ ഐ ഡി ആണോ എൻ്റർ ചെയ്തിട്ടുള്ളത് ആ മെയിൽ ഐ ഡിയിലേക്ക് ഒരു OTP വരും, അതല്ലെങ്കിൽ പാസ്വേഡ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ വരും. ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട്. ഇത് ഈ പറയുന്ന ബിനു അടിമാലിക്ക് അറിയില്ലെങ്കിൽ ഇത് 3 വർഷമായിട്ട് ഹാൻഡിൽ ചെയ്ത ജിനീഷിന് അറിയേണ്ടതാണ്. അപ്പൊ ജിനീഷ് അത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും ഇതിൽ പറയുന്നില്ല. അപ്പൊ ഇതിലിപ്പോ ഒരു സൈഡ് മാത്രമാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. ബിനു അടിമാലി ഒരു നല്ല വ്യക്തിയാണ് എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ ഒരു സൈഡ് കേട്ടുകൊണ്ട് മാത്രം ഇപ്പൊ ഈ ജിനീഷിന്റെ ഈ ഒരു ഇന്റർവ്യൂവിന്റെ താഴെ ബിനു അടിമാലിയെ തെറി പറഞ്ഞുകൊണ്ടും അയാൾ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര കമന്റുകൾ വരുന്നുണ്ട്. ഇവരെല്ലാം നല്ലവരാണെന്നോ അല്ലെങ്കിൽ ഇവരെല്ലാം മോശക്കാരാണെന്നോ എന്നൊന്നും ഞാൻ അഭിപ്രായം പറയുന്നില്ല. പക്ഷേ 3 വർഷം ഒരാളുടെ ഫേസ്ബുക്ക് പേജ് ഹാൻഡിൽ ചെയ്ത ഒരാൾക്ക് ആ ഫേസ്ബുക്കിന് എന്ത് സംഭവിച്ചു എന്ന് പറയാനുള്ള ഒരു, അല്ലെങ്കിൽ അത് തിരിച്ചു കൊടുത്തു എങ്കിൽ പോലും അതിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞാൽ അത് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു അറിവ് ചെറുതായിട്ടെങ്കിലും ഉണ്ടാവില്ലേ? പക്ഷെ ഇയാൾ പറഞ്ഞു അയാൾക്ക് സോഷ്യൽ മീഡിയക്കകത്ത് വലിയ ജ്ഞാനമൊന്നുമില്ല, ഞാൻ എന്റെ പ്രൊമോഷൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ഒരു ആവശ്യം വന്നപ്പോൾ ഞാൻ സഹായിച്ചു എന്ന് മാത്രമാണ് പറയുന്നത്. അപ്പോൾ സ്വന്തം പേജ് കൈകാര്യം ചെയ്ത ഒരാൾക്കാണെങ്കിൽ പോലും അയാളുടെ പേജിൽ എന്തെങ്കിലും ആ ഒരു ഇതുപോലത്തെ ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് അയാൾ ക്ലിയർ ചെയ്യുമല്ലോ. അപ്പൊ അതിനുള്ളൊരു സൊല്യൂഷൻ എങ്കിലും അയാൾക്ക് അറിഞ്ഞിരിക്കില്ലേ എന്നാണ് എന്റെ ഒരു സംശയം എനിക്ക് തോന്നിയത്. പിന്നെ ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ചാണ് ഇയാളെ വലിച്ചുകൊണ്ട് പോയതും തല്ലിയതും ഒക്കെ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോ ബിനു അടിമാലിയുടെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ സ്റ്റാർ മാജിക്കിലെ ആളുകൾ ബിനു അടിമാലിക്കെതിരെ രംഗത്ത് വരുമായിരുന്നു. പക്ഷേ ഇതുവരെയും അങ്ങനെ ഒരാളും രംഗത്ത് വന്നതായിട്ട് അറിയില്ല. ഇനി അവരുടെ പ്രോഗ്രാമിന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കുമോ എന്ന് വിചാരിച്ചിട്ടാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഇയാളുടെ കേസ് കൊടുത്തിട്ട് സാക്ഷി പറയാൻ പോലും അവർ വരില്ല എന്നും അവർ പറഞ്ഞു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിന്റെ സത്യാവസ്ഥ എന്തൊക്കെയാണ് എന്നുള്ളത് ഈ പറഞ്ഞ സ്റ്റാർ മാജിക്കിലുള്ള ആൾക്കാർ, അതിപ്പോ ഷോ ഡയറക്ടറായ അനൂപ് ജോൺ ആയിക്കോട്ടെ, അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർ പുറത്ത് വന്ന് പറഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയുള്ളൂ ഇതിന്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളത്. പക്ഷെ ഇവിടെ ഇയാൾ ഗുരുതരമായ ആരോപണമാണ് ഈ പറയുന്ന ബിനു അടിമാലിക്കെതിരെ ഉന്നയിച്ചിട്ടുള്ളത്. അപ്പൊ ഇതിന്റെ സത്യാവസ്ഥ ഒന്നുകിൽ ബിനു അടിമാലി പറയണം, അല്ലെങ്കിൽ സ്റ്റാർ മാജിക്കിലുള്ള ആളുകൾ പറയണം. അപ്പോൾ ഇതിന് ഒരു സൈഡ് മാത്രം കേട്ടുകൊണ്ട് ഈ ബിനു അടിമാലിയെ വിമർശിക്കുന്ന ആൾക്കാരോട് എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. നമ്മൾ 2 വശവും കേൾക്കണം എന്നൊരു റിക്വസ്റ്റ് മാത്രമാണ് നിലവിലുള്ളത്. എന്റെ അഭിപ്രായത്തിൽ ഇതിനകത്ത് ഇയാൾ പറയുന്ന ഈ ഒരു ഫുൾ വീഡിയോ കേൾക്കുമ്പോൾ ഇയാൾ പറയുന്നത് എന്തൊക്കെയോ പൊലിപ്പിച്ച് പറയുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. സത്യം എന്തായാലും പുറത്തു വരട്ടെ, ആരുടെ ഭാഗത്താണ് ന്യായം എന്ന് പുറത്തു വരട്ടെ. നമുക്ക് ഒരു പക്ഷേ ബിനു അടിമാലിയും ഇതിനെതിരെ ഇന്റർവ്യൂ കൊടുക്കാൻ സാധ്യതയുണ്ട്, ഇല്ലെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ എനിക്ക് ഒരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം, ഈ പറയുന്ന മഹേഷിന്റെ വീട്ടിലായിക്കോട്ടെ, കൊല്ലം സുധീരുടെ വീട്ടിലായിക്കോട്ടെ, ഈ താരങ്ങളൊക്കെ പോയപ്പോൾ ഇൻക്ലൂഡിങ് നമ്മുടെ KB ഗണേഷ് കുമാർ, അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം പോയ സമയത്തും മീഡിയക്കാരുണ്ട് കൂടെ, ബിനു അടിമാലി പോയ സമയത്തും മീഡിയക്കാരുണ്ട് കൂടെ, നോബി പോയ സമയത്തും കുറെ ചാനലുകാർ കൂടെയുണ്ട്. അപ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിന് ആക്സിഡന്റ് ആയിട്ട് കിടക്കുമ്പോൾ കാണാൻ പോകുമ്പോൾ എന്തിനാണ് ഈ ചാനലുകാർ? അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഞാൻ അവരെ പോയി കണ്ടു എന്ന് 10 പേര് അറിയണം, അത്ര മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന് ഒരു തരം അല്പത്തരം എനിക്ക് ഫീൽ ചെയ്തു അന്ന് തന്നെ, അത് കണ്ടപ്പോൾ തന്നെ. അപ്പോൾ ഇതെല്ലാം എന്തായാലും മറന്നേക്കി പുറത്ത് വരട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, കാത്തിരിക്കാം.